السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين ما بعد اتقوا الله عباد الله. നമുക്കറിയാം, ഓരോ മനുഷ്യനും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തിന്മകളിൽ നിന്ന് മുക്തമല്ല എന്നുള്ള കാര്യം. ഏത് വ്യക്തിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തിന്മകൾ സംഭവിച്ചു പോവുക എന്നുള്ളത് സ്വാഭാവികമാണ്. അത് വലിയ തിന്മകളാവട്ടെ ചെറിയ തിന്മകളാവട്ടെ അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുക എന്നുള്ളത് അത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ തിന്മ ചെയ്യുന്ന സന്ദർഭത്തിൽ എന്താണ് ഒരു മനുഷ്യൻ്റെ നിലപാട്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ തിന്മകളെ അവൻ നോക്കിക്കാണുന്നത് എന്നുള്ളത് വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു സംഗതി തന്നെയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഒരു മുഅ്മിനായ മനുഷ്യനും അതുപോലെ തന്നെ ഒരു ഫാജിറായ ഒരു തെമ്മാടിയായ മനുഷ്യനും അവരവരുടെ തിന്മകളെ നോക്കിക്കാണുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ച ഒരു സംസാരം നമുക്ക് കാണുവാൻ സാധിക്കും. ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി അതെടുത്ത് ഉദ്ധരിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം പറഞ്ഞു, ഇന്നൽ മുഅ്മിന യറാ ദുനൂബഹു കഅന്നഹു ഫി അസ്ലി ജബലിൻ യഖാഫു അൻ യഖഅ അലൈഹി. ഒരു മുഅ്മിനായ മനുഷ്യൻ തൻ്റെ ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കുന്ന തിന്മകളെ അവൻ നോക്കിക്കാണുന്നത് കഅന്നഹു ഫി അസ്ലി ജബലിൻ, ഒരു പർവ്വതത്തിന് താഴെ അവൻ നിൽക്കുന്നവനെ പോലെയാണ്. എങ്ങനെയുള്ള പർവ്വതമാണ്? എങ്ങനെയാണ് അവൻ നിൽക്കുന്നത്? യഖാഫു അൻ യഖഅ അലൈഹി, അവൻ ഭയക്കുന്നുണ്ട് എന്ത്? ആ പർവ്വതം അവന്റെ മുകളിലേക്ക് തകർന്നു വീഴുമോ എന്നവൻ ഭയക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മളൊരു ബിൽഡിങ്ങിന്റെ താഴെ പോയി നിൽക്കണം. ആ ബിൽഡിംഗ് ഏത് സന്ദർഭത്തിലും പൊട്ടി വീഴാം എന്നുള്ള ഒരു അവസ്ഥയാണ് എങ്കിൽ നമ്മുടെ മനസ്സ് എത്രത്തോളം അസ്വസ്ഥമായിരിക്കും. ഇതുപോലെയാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ ചെയ്ത തിന്മകളെ സംബന്ധിച്ച് അവന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന അവസ്ഥ. ഒരു പർവ്വതത്തിന് താഴെ നിൽക്കുകയും ആ പർവ്വതം ഏത് നിമിഷവും തൻ്റെ മുകളിലേക്ക് പതിക്കുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് നിൽക്കുന്നവനെ പോലെയാണ് ഒരു തിന്മ ചെയ്ത മുഅ്മിൻ ഉണ്ടാവുക എന്നാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്. വീണ്ടും അദ്ദേഹം പറഞ്ഞു, വഇന്നൽ ഫാജിറ യറാ ദുനൂബഹു കദുബാബിൻ വഖഅ അലാ അൻഫിഹി ഖാല ബിഹി ഹാകദാ ഫതാറ. എന്നാൽ ഒരു ഫാജിറായ മനുഷ്യൻ, ഒരു തെമ്മാടിയായ മനുഷ്യൻ, അവനവന്റെ ജീവിതത്തിലേക്ക് വന്നു പോകുന്ന ചെറുതാകട്ടെ വലുതാകട്ടെ എല്ലാ തിന്മകളെയും അവൻ നോക്കിക്കാണുന്നത് തൻ്റെ മൂക്കിൽ വന്നിരുന്ന ഒരു ഈച്ചയെ പോലെ അല്ലെങ്കിൽ ചെറിയ ഒരു പ്രാണിയെ പോലെ ആയിരിക്കും. നമ്മൾ ആരും അതിനെന്ത് ചെയ്യാറില്ല, ഗൗരവം കൊടുക്കാറില്ല. നമ്മളത് കൈകൊണ്ട് വെറുതെ തട്ടിയകറ്റും. അത് ആ സന്ദർഭത്തിൽ അതെന്ത് ചെയ്യും, പാറി പോവുകയും ചെയ്യും. ഇതേ രൂപത്തിലായിരിക്കും തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന തിന്മകളെ അവൻ നോക്കിക്കാണുന്നത് എന്ന് നമുക്കറിയാം. നമ്മൾ ഏത് തിന്മകൾ ചെയ്യുകയാണെങ്കിലും അത് ചെറുതാവട്ടെ വലുതാകട്ടെ, നമ്മുടെ മനസ്സിൽ അതൊരു അസ്വസ്ഥത അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ അതൊരു ചൊറിച്ചിൽ ഉണ്ടാക്കുന്നുണ്ടോ എങ്കിൽ നമ്മളൊരു മുഅ്മിനാണ്. അതല്ല, നമ്മുടെ മനസ്സിൽ യാതൊരു പ്രയാസമില്ല, ഒരു സിനിമ കണ്ടു അല്ലെങ്കിൽ ഒരു മ്യൂസിക് കേട്ടു അതല്ലെങ്കിൽ ഒരു വൃത്തികേടുകൾ കണ്ടു, എന്ത് തിന്മയായിക്കൊള്ളട്ടെ, നമ്മുടെ മനസ്സിന് യാതൊരു പ്രയാസവും അത് ഉണ്ടാക്കുന്നില്ല എങ്കിൽ നമ്മളൊരു ഫാജിറാണ്, നമ്മൾ ആ തിന്മയെ വകവെക്കാത്തവനാണ് എന്നാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ തിന്മകൾ സംഭവിച്ചു പോവുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ ആ തിന്മകളെ നാം നോക്കിക്കാണേണ്ടുന്ന രൂപമാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഈ ഒരു ചെറിയൊരു ഖൗലിലൂടെ വിശദീകരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തിന്മകളിൽ നിന്നും പരിപൂർണമായി വിട്ടുനിൽക്കുവാനും സംഭവിച്ചു പോയ തിന്മകൾക്ക് ആത്മാർത്ഥമായി തൗബ ചെയ്ത് മടങ്ങാനും ഒക്കെ ഉള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.